ഹലോ, വെൽക്കം ടു ഡേറ്റ്സ് ഓഫ് ലേണിംഗ് കാലിസ്താനിക്സ്. നിങ്ങൾക്ക് എങ്ങനെ കാലിസ്താനിക്സ് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ പുഷ് എലമെൻ്റ് ആണോ പുൾ എലമെൻ്റ് ആണോ ഡോമിനൻ്റ് എന്നുള്ളത് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. അതിൽ രണ്ട് രീതിയിൽ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഒന്ന്, ജസ്റ്റ് വെറും ഒരു പുഷപ്പ് പ്ലാങ്ക് ഹോൾഡ് ഒരു 1 മിനിറ്റ് ഹോൾഡ് ചെയ്ത് നിൽക്കാൻ പറ്റുന്നുണ്ടോ നോക്കാം. സോ അത് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാവും. ലൈക്ക് ഒരു ചെറിയ വർക്കൗട്ട് ആണെങ്കിൽ പോലും ഒരു ഐസോമെട്രിക് ആയിട്ടുള്ള വർക്കൗട്ടാണ്. അത് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. നിങ്ങളുടെ റിസ്റ്റിനാണോ ബുദ്ധിമുട്ട്, ഷോൾഡർ ആണോ ടയർഡ് ആവുന്നത്, കോറാണോ വീക്ക്, ആ ഒരു പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്താൽ നിങ്ങൾക്കത് മനസ്സിലാവും. പുള്ളപ്പ് ഒരെണ്ണം പോലും പോവാത്ത ഒരാൾ അറ്റ്ലീസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഒരു സംഭവമാണ് ആക്റ്റീവ് ഹാങ് അല്ലെങ്കിൽ പാസീവ് ഹാങ് ചെയ്യാന്നുള്ളത്. പാസീവ് ഹാങ്ങിനകത്ത് ജസ്റ്റ് ഡെഡ് ഹാങ് എന്ന് പറയും. നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡി വെയിറ്റ് ഒരു പുള്ളപ്പ് ബാറിൽ ഹോൾഡ് ചെയ്ത് നിൽക്കാൻ പറ്റുമോ അറ്റ്ലീസ്റ്റ് ഫോർ 20 സെക്കൻഡ്സ്. സ്ട്രെങ്ത് എന്ന് പറയുന്നത് കുറേയൊക്കെ നമ്മുടെ മസിൽസിൻ്റെ റിക്രൂട്ട്മെൻ്റ് അല്ലാതെ ന്യൂറൽ അഡാപ്റ്റേഷനും കൂടെ വേണം. ഗ്ലൗസ് യൂസ് ചെയ്യുന്നവരോട് ഗ്ലൗസ് യൂസ് ചെയ്യേണ്ടെന്നൊന്നും ഞാൻ പറയില്ല, പക്ഷേ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ന്യൂറൽ അഡാപ്റ്റേഷൻ വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ബാർ സെൻസ് ചെയ്യണം. സോ നമ്മൾക്ക് വേണ്ടത് സ്ട്രെങ്ത് പ്ലസ് ന്യൂറൽ അഡാപ്റ്റേഷനാണ്. അതായത് നമ്മൾക്കൊരു മൂവ്മെൻറ്റ് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് ചെയ്യാൻ പറ്റണം. അതിന് നമ്മൾ നമ്മുടെ ബോഡിയെ അഡാപ്റ്റ് ചെയ്യിപ്പിക്കണം.